ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സാധാരണക്കാരന് മനസ്സിലാകാത്ത ഭാഷയിലുള്ള, സംസ്കൃതം പോലെയുള്ള അതികഠിനമായ ഭാഷയിലുള്ള കുറേ അധികം ശ്ലോകങ്ങൾ കാണാതെ പഠിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെയോ ചില ആൾക്കാർ നമ്മളെ കബളിപ്പിക്കാറുണ്ട്. കാരണം ഇതെന്താണ് പറയുന്നതെന്ന് നമുക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ ഈ പ്രശ്നങ്ങളാണ് വാസ്തവത്തിൽ വാസ്തുവിനെ നമ്മളെ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ വാസ്തവത്തിൽ വാസ്തുവിൽ പറയുന്ന കാര്യങ്ങൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണ്, ഒരു വീടിന് ഇങ്ങനെയാണ് സ്ഥാനം, അതിന് മാറ്റാൻ പറ്റില്ല എന്നൊരാൾ പറഞ്ഞാൽ അത് വാസ്തവത്തിൽ അത് ശരിയാണോ, അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ട് പറയുന്നു, അങ്ങനെ അവിടെ മാത്രമേ ഈ പുരയിടത്തിൽ വീട് വയ്ക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. എന്നിട്ട് അങ്ങനെ അല്ലാതെ എൻ്റെ ഇഷ്ടപ്രകാരം ഇവിടെ ഒരു വീട് വയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വാസ്തുപ്രകാരമാണ് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ വാസ്തുപ്രകാരം എന്ത് ചെയ്യണം, അങ്ങനെ ഒരു നിയമമില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ മണ്ടത്തരമാണ്. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. കാര്യം, ഒരു വീട് വയ്ക്കുന്നതിന് മുൻപ് വാസ്തു പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പുരയിടം ചതുരമല്ലെങ്കിൽ നിങ്ങളതിനെ ഒരു ചതുരമാക്കി മാറ്റണം, അല്ലെങ്കിൽ അതിനുള്ളിൽ ഒരു ചതുരം കണ്ടെത്തണം എന്ന് മാത്രമാണ് വാസ്തു കൃത്യമായി നിർദ്ദേശിക്കുന്നത്. ഭൂമി കണ്ട് ചതുരസ്രമാക്കിയാൽ ഏത് ഖണ്ഡം അവിടേക്ക് വേണ്ടത് എന്നൊരു ശാസ്ത്രം ഇവർ പറയുന്നുണ്ട്. അപ്പം ഭൂമി കാണണം, ആ ഭൂമിയിൽ ഒരു ചതുരം ഉണ്ടാക്കണം, ഈ ചതുരം അവിടേക്ക് വേണ്ടത് അഥവാ വീട്ടുകാരന് വേണ്ടത് എന്ന് നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷേ വാസ്തുക്കാർ പറയുന്നത് ആ സ്ഥലത്തിന് വേണ്ടത് എന്ന് പറഞ്ഞ് വാസ്തുക്കാരനൊരു തീരുമാനം എടുക്കുകയാണ്. വാസ്തവത്തിൽ അതല്ല, അവിടേക്ക് വേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയും പറയാം. കാര്യം, ഈ പറയുന്ന വീട്ടുകാരൻ ഈ സ്ഥലത്തിൻ്റെ എവിടെയാണോ ഒരു വീട് വയ്ക്കേണ്ടത് അവിടെ നമ്മൾ വീട് വയ്ക്കുക, അതിനെ ഒരു ചതുരമാക്കി തിരിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വാസ്തുവിൽ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. നമുക്ക് വേണ്ടിയാണ് വാസ്തു ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ പേടിക്കേണ്ട കാര്യമില്ല. വാസ്തു നമ്മളെ ഒന്നും ചെയ്യില്ല, പക്ഷേ മറ്റുള്ളവർ ഇത് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാസ്തു നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളിനെ കൊണ്ട് മാത്രം കൺസൾട്ട് ചെയ്യുക. അദ്ദേഹം പറയുന്നതെല്ലാം ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ ഉൾക്കൊള്ളുക. അല്ല, നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിവുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതങ്ങനെ ചെയ്താൽ പോരെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം വാസ്തുവിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണല്ലോ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന 4 കെട്ടുകളിൽ നിന്ന് മാറി കണ്ടംപററി ഡിസൈൻസും യൂറോപ്യൻ സ്ട്രക്ചേഴ്സും ഒക്കെ ഇപ്പോൾ വാസ്തുവിൽ ആകുന്നത്. അതൊന്നും പണ്ട് കാലത്തുള്ളവയല്ല. വാസ്തവത്തിൽ ഇതിനകത്ത് വാസ്തു ഉൾക്കൊള്ളിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മറ്റുള്ള പുതിയ കൺസ്ട്രക്ഷൻ സ്റ്റൈലുകളിൽ വാസ്തു ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നില്ല? അതൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ വാസ്തവത്തിൽ വാസ്തുവിന് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. നിങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായും വാസ്തുവിനെ സമീപിച്ചാൽ മാത്രം മതി. ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.